വായിക്കണം, അതെപ്പോഴും അതിനെക്കുറിച്ച് മനനം ചെയ്യണം. അങ്ങനെയുള്ളവർ എപ്പോഴും ഫലം നൽകും, അവർ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. ജെറമ്യാ പ്രവാചകൻ പറഞ്ഞാൽ അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഈ ഒരു പാരമ്പര്യം നമുക്കും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് പാടിക്കൊണ്ട് നടക്കാം സങ്കീർത്തനം, അല്ലേ? നമ്മുടെ ആത്മാവ് ദൈവാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരനുഭവമാണ്. നമുക്കറിയാം, ഈശോയുടെ തന്നെ പ്രാർത്ഥന പുസ്തകമായിരുന്നു സങ്കീർത്തനം. എവിടെയും നോക്കിക്കോ, ഈശോ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഓരോ സങ്കീർത്തനങ്ങൾ ആലപിച്ചു എന്നാണ് പറയുക. കാരണം അത് അവരുടെ നിയമമാണ്. പരിശുദ്ധ അമ്മയും സങ്കീർത്തനങ്ങൾ പറഞ്ഞിരുന്നു. ഇങ്ങനെ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച്, കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഉഴവൂരായിരുന്നു. അപ്പോൾ ഒരാളുടെ സാക്ഷ്യം എഴുതിയിരിക്കുകയാണ്. കപ്പൽ അപകടത്തിൽ അയാൾ വെള്ളത്തിൽ വീണുപോയി. അപ്പോൾ ഇങ്ങനെ ഒരു തടിയെ പിടിച്ച് രാത്രി മുഴുവൻ കിടന്നപ്പോൾ അയാൾ പറഞ്ഞത് മുഴുവനും സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ ദൈവം അയാളെ അത്ഭുതകരമായി രക്ഷിച്ചു. അയാളുടെ ഹൃദയത്തിൽ സങ്കീർത്തനങ്ങൾ ഭയങ്കരമായിട്ടായിരുന്നു, അല്ലേ? അല്ലെങ്കിൽ അയാൾ ആ സമയത്ത് ബൈബിൾ തപ്പിപ്പോകാൻ സമയമുണ്ടോ? അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞ വചനമാണ് അയാളെ രക്ഷിച്ചത്. ഇതുപോലെ നമുക്കും അങ്ങനെ ദൈവവചനം പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണം. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുകയാണിത്. മറ്റുള്ള പുസ്തകങ്ങളിലൊക്കെ നാം കാണുന്നുണ്ട്, ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു, അല്ലേ? പ്രവാചകനോട്, നോഹയോട്, അബ്രാഹത്തോടെല്ലാം ദൈവം സംസാരിക്കുകയാണ്. സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്, മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുകയാണ്, അല്ലേ? ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടും.